ഇന്ന് നമുക്ക് പൈനാപ്പിളും പാവയ്ക്കായും കൂടെ ഒരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ, ഒരു വലിയ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കണ്ണുള്ള ഭാഗങ്ങളൊക്കെ മാക്സിമം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ പാവയ്ക്ക 1/2 ഇഞ്ച് നീളത്തിലും 2 മില്ലി കനത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത്, 4-5 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഫ്രഷ് ഇഞ്ചി ഞാൻ പറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അധികം മൂത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത്രയും കൂടുതലെടുത്തത്. അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. 10-20 വെള്ളക്കാന്താരി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 3-4 തരി കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇടികല്ലേ വെച്ചൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് നല്ലെണ്ണ, 3/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് വെള്ളവും കൂടെ തിളപ്പിച്ചെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളുടെ അളവൊക്കെ ഞാൻ ചേർക്കുന്ന മുറയ്ക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണേ. കാരണം ഈ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുമ്പം അച്ചാർ പെട്ടെന്ന് ചീത്തയാവുകയില്ല, പിന്നെ നല്ലെണ്ണയുടെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടേ. നമുക്കിത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം, ചട്ടി പുകയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ചൂടാകുന്നേക്കാളും കുറച്ചും കൂടെ സമയം കൂടുതൽ എടുക്കും നല്ലെണ്ണ ചൂടാകാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വറുത്ത് പൊടിച്ച് ഉലുവയാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ ഉലുവയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. കടുക് ഞാൻ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്, എന്നാലും കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. തീ ഒരു മീഡിയം തീയിലും താഴെ ആക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വഴലാനും മൂക്കാനും ഒന്നുമില്ല, തുടരെ ഓരോ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് വേണേൽ പിന്നീട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചേക്കുന്ന കാന്താരി, വെള്ളക്കാന്താരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ ജസ്റ്റ് ക്രാക്ക് ചെയ്ത് വെച്ചേക്കുന്ന പച്ചക്കുരുമുളക് ഏകദേശം ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അധികം നേരം ഇട്ട് വഴറ്റി അങ്ങ് ബ്രൗൺ കളർ ആക്കരുത്. അത് ഏകദേശം 5 മിനിറ്റോളം വഴന്നതിൻ്റെ പച്ചമണമൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടേ. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ, കാരണം ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളാണേ. 1/2 ടീസ്പൂൺ കടുക്, തീ നന്നായിട്ട് കുറച്ചിടണം. ഞാൻ പറഞ്ഞില്ലേ വറുത്ത് പൊടിച്ച കടുകാണ്. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ കൂടെ ചേർക്കാം കേട്ടോ, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചതാണ്, അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് തീ കൂട്ടി വെക്കാവേ, ഇത് തിളച്ച് വരട്ടെ. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. പെട്ടെന്ന് നല്ലപോലെ തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ തന്നെ അതെ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ടേ. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ അത് ഞാൻ മേളിലൊന്ന് നിരത്തി കൊടുക്കുവാണേ. അതായത് പാവയ്ക്ക ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു. അത് വെച്ചിട്ട് മേളിൽ പൈനാപ്പിൾ ചേർത്തു, എന്നിട്ട് അത് മേളിൽ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചു. ഇനി ഒരു തീ കുറച്ചിട്ടേക്ക് തന്നെ കേട്ടോ. ഇനി ഒരു 3-4 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടോ ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നു. നല്ലപോലെ ആവിയൊക്കെ കയറി നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ടേ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് അധികം വെള്ളമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പൈനാപ്പിളിൽ നിന്നും പാവയ്ക്കായിൽ നിന്നും എല്ലാം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അതുപോലെ കഷ്ണങ്ങളാണല്ലോ ഇതിൻ്റെ ചൂടിലിരുന്ന് ഒന്നും കൂടെ വേവും. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് ലേശം കുറവുണ്ട്, ഞാനൊരു 1/4 ടീസ്പൂണോട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മൊത്തത്തിൽ 1 ടീസ്പൂൺ ഉപ്പേ. ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തം 1/4 കപ്പ് വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ നിറച്ചും പഞ്ചസാര, അതാ പൈനാപ്പിൾ പാവയ്ക്കേക്കാളും കുറവായതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര ചേർക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ടി വരില്ല കേട്ടോ. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്, അത്രയും പച്ചക്കാന്താരിയും കുരുമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എരിവൊക്കെ ഒന്നും കൂടെ കൂടി വരും. 2-3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വീണ്ടും 2-3 മിനിറ്റായിട്ട് വെന്തുകൊണ്ടിരിക്കുവാണേ. ഞാൻ തീ ഓഫ് ചെയ്തു. പാവയ്ക്കൊക്കെ ഒരു 3/4 വേവായാൽ മതി, ബാക്കി 1/4 ഭാഗം വേവ് ഈ ചട്ടിയുടെ ചൂടിലായിക്കോളും. ഇതുണ്ടോ, മൊത്തത്തിൽ നമ്മൾ 1/4 കപ്പ് വെള്ളവും 1 കപ്പ് വിനാഗിരിയും, അങ്ങനെ മൊത്തത്തിൽ 1/4 കപ്പ് മാത്രമേ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തുള്ളൂ. എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ. ഇനി ഇത് ഒരു ദിവസം 1-2 ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് പിന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി നല്ലൊരു പരുവാകും. മിനിമം 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാവുള്ളേ, എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാനിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്കായും പൈനാപ്പിളും കൂടെയുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ടേ. ഈ പച്ചക്കുരുമുളകും കറിവേപ്പിലയും
എല്ലാം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതാട്ടോ. അത് കഴിയുമ്പോൾ ഞാനെടുത്ത് മാറ്റിക്കളയും, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാവുമേ. അപ്പോൾ ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ. ഒരാഴ്ച 1-2 ആഴ്ചയൊക്കെ കേടാവാണ്ടിരിക്കും. നല്ല ടേസ്റ്റായി. ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പാവയ്ക്കായിൽ നിന്നും പൈനാപ്പിളിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങി ഇതിനകത്ത് നിറച്ചും വെള്ളമൊക്കെ വന്ന് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞ് നല്ലൊരു അടിപൊളി ടെക്സ്ചറായിട്ട് വരുവേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാവയ്ക്കയും പൈനാപ്പിളുള്ള അച്ചാർ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല സൂപ്പറാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാവേ.